ആത്മനിന്ദ അത്യാപത്താണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോഴോ ഞാൻ എന്തിനിവിടെ വന്നു, ഞാൻ എന്തിനു കൊള്ളാം, എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ മോശമാണ്, ഞാൻ കറുത്തിരിക്കുന്നു, ഞാൻ വെളുത്തിരിക്കുന്നു, എനിക്ക് പൊക്കം കൂടുതലാണ്, പൊക്കം കുറവാണ്, എൻ്റെ ശരീരം വണ്ണം കൂടുതലാണ്, വണ്ണം കുറവാണ്, എനിക്ക് തലമുടിയുണ്ട്, എനിക്ക് തലമുടിയില്ല, എൻ്റെ തലമുടി കറുത്തതാണ്, മറ്റൊരാളുടെ ചെമ്പിച്ചതാണ്, ഇങ്ങനെ 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 എനിക്ക് വിദ്യാഭ്യാസമില്ല, മറ്റൊരാളിന് വിദ്യാഭ്യാസം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നമ്മൾ ആത്മനിന്ദയിലേക്ക് പോകും. സ്വയം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന പോലെ ആയിരിക്കും ജീവിക്കുന്നത്. ജീവിക്കില്ല. ഏത് ഫുഡ് കിട്ടിയാലും അതിനകത്ത് അയ്യോ ഇതെന്ത് ഫുഡാണെന്നുള്ളൊരു തോന്നൽ, കിട്ടിയ വസ്ത്രത്തിൽ താല്പര്യമില്ല, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ആത്മനിന്ദാപരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരുപാട് പേരെ കാണാൻ കഴിയും. എല്ലാറ്റിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. എന്ത് ചോദിച്ചാലും സുഖമാണെന്ന് അങ്ങനെയൊക്കെ അങ്ങ് പോകണം, എങ്ങനെ പോകുന്നു, ഇപ്പം എങ്ങോട്ട് പോകണം, വെറുതെ അതുവരെ പോകുന്നു. എല്ലാ കാര്യത്തിലും ഒരു നെഗറ്റീവ് അപ്രോച്ച് എടുക്കുന്ന ആത്മനിന്ദാപരമായ ഒരു പ്രവൃത്തിയും ഒരു കാരണവശാലും അത് മുന്നോട്ട് കൊണ്ടുപോകരുത്. ആത്മനിന്ദ നമ്മൾ ഒരിടത്തും എത്തിക്കത്തില്ല. നമുക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്. ആത്മനിന്ദയിലൂടെ നാം പലപ്പോഴും ജീവിക്കാനുള്ള ത്വര നഷ്ടപ്പെട്ടു പോകും, മരണത്തിലേക്ക് പോകേണ്ടി വരും. ഇനി മരിച്ചില്ലെങ്കിലും മരണം സംഭവിച്ചതുപോലെ ജീവിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഭൗതികമായിട്ടുണ്ടാവും, പക്ഷേ ജീവിക്കുന്നത് മരണതുല്യമായിട്ടായിരിക്കും. തിരിച്ചു ചിന്തിക്കുക. ഒരു ആത്മനിന്ദയും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അർഹതയുള്ളത് ഈ പ്രകൃതിയിലുണ്ട്. അർഹതയുള്ള സമയത്ത് നമുക്ക് കിട്ടും. അർഹതയില്ലാത്തത് കിട്ടിയാൽ അത് ചിലപ്പോൾ നമ്മയും കൊണ്ടുപോകുന്നത് വല്ലാത്ത സമയത്തായിരിക്കും. ഞാൻ സാന്ദർഭികമായ ഉദാഹരണം പറയട്ടെ. KM എബ്രഹാം വലിയ ചീഫ് സെക്രട്ടറി ആയിരുന്നു, വലിയ നേതാവായിരുന്നു, കിഫ്ബിയുടെ CEO ആണ്, വലിയ ആളാണ്. ഈ സാധാരണ ആളുകൾക്ക് 2 ലക്ഷമാണെങ്കിൽ അദ്ദേഹം 5 ലക്ഷമാണ് ശമ്പളം. ആ നിലയിലുള്ള ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. വലിയ ശമ്പളമൊക്കെ മേടിക്കുന്ന ആളാണ്, വലിയ സൗകര്യങ്ങൾ. ഇപ്പോഴും റിട്ടയർ ആയതിനു ശേഷം എത്രയോ വർഷമായി ഇപ്പോഴും സർക്കാരിൻ്റെ എല്ലാ സൗകര്യങ്ങളോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് അഡ്വൈസറും സെക്രട്ടറിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ എന്ത് കാര്യം? CBI നേരിടുന്നു, കോടതിയിലേക്ക് പോകുന്നു, കേസ് വരുന്നു, മുട്ടിന് പറയുന്നു ഞാൻ കള്ളനല്ല, ഞാൻ കൊള്ളക്കാരനല്ലേ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ലേ, ഞാൻ കണക്കെല്ലാം കൊടുത്തിട്ടുണ്ടേ എന്ന് പറയേണ്ടി വരുന്നു. വളരെ കൃത്യമാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ആത്മനിന്ദാപരമായൊരു ജീവിതം നമുക്ക് വേണ്ട. ആത്മപ്രശംസയും നമുക്കൊരു പരിധിക്കപ്പുറം നല്ലതല്ല. തീർച്ചയായും നമുക്ക് നമ്മളോട് തന്നെ നന്ദിയുള്ളവരായിരിക്കാം.